അപ്പോൾ നമുക്ക് സിമ്മട്രിയുടെ ലാസ്റ്റ് ക്ലാസ് നോക്കിക്കേ മക്കളെ. എന്താ പറഞ്ഞത്? ആഫ്റ്റർ റൊട്ടേറ്റിംഗ് ബൈ 60 ഡിഗ്രി എബൌട്ട് എ സെൻറ്റർ, സെൻറ്ററിൽ വെച്ചിട്ട് എത്രയിൽ കറങ്ങുന്നു? 60 ഡിഗ്രിയിൽ കറങ്ങുന്നു. ദ ഫിഗർ ലുക്ക് എക്സാക്ട്ലി ദ സെയിം ആസ് ഒറിജിനൽ പൊസിഷൻ. അപ്പോൾ ഇതെന്താണ്? 60 ഡിഗ്രിയിൽ കറങ്ങിയപ്പോൾ പഴയതുപോലെ തന്നെ ഫീൽ ചെയ്തു. ഒറിജിനൽ ഫിഗർ പോലെ തന്നെയാണ് പുതിയ ഫിഗർ ഫീൽ ചെയ്തത്. അങ്ങനെയെങ്കിൽ ഏതെല്ലാം ആംഗിളുകളിൽ ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും? അതായത് ഏതെല്ലാം ആംഗിൾസിൽ ആകുമ്പോഴും ഇതേ ഒറിജിനൽ ഫിഗർ നമുക്ക് കിട്ടും. അതായത് 0 ഡിഗ്രിയിൽ നിന്നും 60 ഡിഗ്രിയിലേക്ക് മാറിയപ്പോൾ എന്താണ് ഈ ഒറിജിനൽ ഫിഗർ തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടിയത്, അല്ലെങ്കിൽ കിട്ടിയത് റൊട്ടേറ്റ് ചെയ്തപ്പോഴും കിട്ടിയത്. അപ്പോൾ എന്താ, അടുത്ത ഒരു 60 ഡിഗ്രി കൂടെ കറങ്ങുവാന്ന് വെച്ചോ, 120 ഡിഗ്രിയിലും ഇതേ ഫിഗർ തന്നെ കിട്ടും. അതായത് 60 ഡിഗ്രിയാണ് അവിടുത്തെ പീരീഡ് ഓഫ് ഇന്റർവെല്. റിപ്പീറ്റ് സോറി അപ്പോൾ 60 ഡിഗ്രിയാണ് അവിടുത്തെ റിപ്പീറ്റിംഗ് പീരീഡ്. അപ്പോൾ അടുത്ത 60 ഡിഗ്രി 120ൽ നിന്ന് അടുത്തൊരു 60 വരുന്നു. അപ്പോൾ അതെന്താവും? 180 ഡിഗ്രി ആകും. അപ്പോൾ 180 ഡിഗ്രിയിലും ഇതേ ഫിഗറിന് ഒറിജിനൽ ഫിഗർ തന്നെ കിട്ടി. 180ന് ശേഷം എന്ത് വരും? 240 അല്ലേ? 60 ഡിഗ്രി കൂടെ റൊട്ടേറ്റ് ചെയ്താൽ 240 ഡിഗ്രി. അവിടെയും ഇതേ ആൻസർ തന്നെ കിട്ടുന്നു. 240ൻ്റെ കൂടെ കൂട്ടിയാലോ 300 ഡിഗ്രിയിലേക്ക് മാറും. 60 ഡിഗ്രി കൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ 300 ഡിഗ്രി ആകുന്നു. 300 ഡിഗ്രിയിൽ നിന്ന് പിന്നെയും 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ 360 ഡിഗ്രി ആകുന്നു. പിന്നെയും 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ 420 ഡിഗ്രി ആകും. ആണോ മക്കളെ? അല്ല, ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്ക് മക്കളെ, ഇതൊരു സർക്കിള്. ഈ പൊസിഷനെ ഞാൻ 0 ഡിഗ്രി എന്ന് വിളിച്ചാൽ ഇത് കറങ്ങി കറങ്ങി ഇവിടെ എത്തുമ്പോൾ ഇതാണ് 360 ഡിഗ്രി. അതായത് 0 ഡിഗ്രി എന്ന് പറയുന്നതും 360 ഡിഗ്രി എന്ന് പറയുന്നതും ഒരേ ആളുകളാണ്. അപ്പോൾ 300ന് ശേഷം ഞാൻ 360 എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല. 300ന് ശേഷം എനിക്ക് ഡയറക്റ്റ് ആരെ പറയാം? 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ മതി. കാര്യം 0 ഡിഗ്രി 360 ഡിഗ്രി ഒരേ പൊസിഷനിലാണ് അല്ലേ? ഒരേ പൊസിഷനിൽ ഇരിക്കുന്നവരെ നമ്മൾ രണ്ട് പേരിൽ പറയേണ്ട കാര്യം ഇല്ല. അപ്പോൾ 60 ഡിഗ്രി ബേസിസിൽ റൊട്ടേറ്റിംഗ് സിമെട്രി ഉണ്ടാക്കുന്നുവെങ്കിൽ അത് ഏതൊക്കെ ആംഗിൾസിൽ സെയിം ഫിഗർ എക്സിസ്റ്റ് ചെയ്യിക്കും എന്ന് ചോദിച്ചാൽ 0 ഡിഗ്രിയോടുകൂടി 60 വീതം കൂട്ടി പോയാൽ മതി. എവിടം വരെ? 360യുടെ തൊട്ട് താഴെ വരെ. 360 വന്നാൽ അതിനെ നമ്മൾ 0 ഡിഗ്രി എന്ന് കറസ്പോണ്ടിങ് എടുക്കണം. അതുകൊണ്ട് 360 ഡിഗ്രി വരെ എടുക്കണ്ട, 360യുടെ തൊട്ട് താഴെ വരെ. അപ്പം നമ്മൾ ആഡ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് 360 കിട്ടി. അപ്പം നമുക്കറിയാമായിരുന്നു എന്ത്? 360 ഡിഗ്രി എന്ന് വെച്ചാൽ ആര് തന്നെയാണ്? 0 ഡിഗ്രി തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ 360 ഡിഗ്രിന്ന് എഴുതണമെന്ന് നിർബന്ധം ഇല്ല. ഇനിയിപ്പോൾ എഴുതുകയാണെങ്കിൽ തന്നെ നമുക്ക് മാക്സിമം എഴുതാവുന്നത് 360 ഡിഗ്രി വരെ എഴുതാവുള്ളൂ. 360 ഡിഗ്രി കഴിഞ്ഞ് എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല. എഫക്റ്റീവ്ലി 300 ദെൻ 0 ഡിഗ്രി. 0 ഡിഗ്രി എന്ന് പറയുമ്പോൾ 360 ഡിഗ്രി തന്നെയാണ്. എന്നാലും നമ്മൾ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറയുന്നത് 0 to 360 എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മളിവിടെ 360 എടുക്കുന്നത്. എഫക്റ്റീവ്ലി 360 ഡിഗ്രി ഇസ് ഈക്വൽ ടു 0 ഡിഗ്രി ആണ്. എന്തുകൊണ്ട് നമ്മൾ എന്നിട്ടും 360 എന്ന് എടുക്കുന്നു എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ്? ഒരു കംപ്ലീറ്റ് റെവല്യൂഷൻ അല്ലെങ്കിൽ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി മുതൽ 360 ഡിഗ്രി വരെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ മക്കളെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞേക്കുന്നേ? Can we have a rotational symmetry? Can we have a rotational symmetry of order more than 1 whose angle of rotation is 45 degree? 45 ഡിഗ്രി ഉള്ളതും ഒന്നിൽ കൂടുതൽ റൊട്ടേഷണൽ സിമെട്രി ഉള്ളതുമായ ഫിഗറുകൾ എന്തെങ്കിലും ഉണ്ടോ? എന്താണ് ആൻസർ നോക്ക്. ഇഫ് ദ ആംഗിൾ ഓഫ് സിമെട്രി റൊട്ടേഷൻ ഈസ് 45 ഡിഗ്രി then symmetry of order is possible. അപ്പോൾ it should have 8 rotations.
മക്കളെ ഒന്നുമില്ലടാ. മൊത്തം എത്ര? 300. ഒരു റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി എന്നല്ലേ പറഞ്ഞത്? അതെ, 360 ഡിഗ്രീനെ ഒന്ന് 45 കൊണ്ട് മക്കളൊന്ന് ഡിവൈഡ് ചെയ്തേ. 45 ഡിഗ്രി ഉണ്ട്. അതോ 360 എന്ന് പറയുന്നതിനെ 45 കൊണ്ട് ഡിവൈഡ് ചെയ്തേ എത്ര കിട്ടും? 8. ഓക്കെ, ചുരുക്കം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 360 ഡിഗ്രി എന്ന് പറയുന്നതിനെ ഗിവൺ ആംഗിൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ പോസിബിൾ ആണ്. എങ്ങനെ പോസിബിൾ ആണോ അല്ലോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? 360 ഡിഗ്രിയെ തന്നിരിക്കുന്ന ആംഗിൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ഈ റൊട്ടേഷൻ പോസിബിൾ ആണ്. അപ്പോൾ 45 ഡിഗ്രി കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 8 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഈ റൊട്ടേഷൻ പോസിബിൾ ആണോ? പോസിബിൾ ആണ്. സെക്കൻഡ് പാർട്ട് നോക്ക്, 17. അപ്പോൾ നമുക്ക് 360 ഡിഗ്രീനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 17. എന്ത് കിട്ടും മക്കളെ? നാച്ചുറൽ നമ്പർ ആണോ കിട്ടാൻ പോകുന്നത്? അല്ല. ഒന്ന് ഡിവൈഡ് ചെയ്തേ. ഇവിടെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഇതിനെ എനിക്ക് 9 കൊണ്ട് വെട്ടാം. 9 കൊണ്ട് വെട്ടിയാൽ എത്രയെന്ന് കിട്ടും? 40 എന്ന് കിട്ടും. ഇതിനെ 9 കൊണ്ട് വെട്ടിയാൽ 5 എന്ന് കിട്ടും. 40/5 എന്ന് പറഞ്ഞാൽ 8 ആണ്. അതുകൊണ്ടാണ് ചെയ്ത് നോക്കാം ഞാൻ. ഇവിടെ നോക്ക്, 360/17 എത്ര തവണയുണ്ട്? 2 തവണയുണ്ട്. 2 തവണ എന്ന് പറയുമ്പോൾ 34. ബാലൻസ് 2 ഉണ്ട്. ഈ 20 0 താഴത്തേർക്കൽ 20. 20ൽ എത്ര ടൈംസ് ഉണ്ട്? 1 ടൈംസ്. 1 ടൈംസ് എന്ന് പറയുമ്പോൾ 17. റിമൈൻഡർ 3. 3ൽ ഉണ്ടോ? ഇല്ല. അപ്പോൾ 30 ആക്കി. അപ്പോൾ ഇവിടെ എന്ത് വന്നു? പോയിന്റ് വന്നു. 30ൽ ഒരു തവണ 17. കണ്ടോ, കിട്ടിയ ആൻസർ ഒരു ഫ്രാക്ഷൻ ആണ്, അല്ലെങ്കിൽ ഡെസിമൽ ആണ്. 21 പോയിന്റ് സംതിങ് വന്നു. 21 പോയിന്റ് സംതിങ് പോസിബിൾ ആണോ? അല്ല. പോസിബിൾ ആകണമെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കണം? ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അപ്പോൾ 45 പോസിബിൾ ആണ്, 17 പോസിബിൾ ആണ്. അപ്പം നമ്മൾ സിമെട്രി എന്താണെന്ന് പഠിച്ചു, ലൈൻ ഓഫ് സിമെട്രി എന്താണെന്ന് പഠിച്ചു, റൊട്ടേഷണൽ സിമെട്രി പഠിച്ചു, ഓർഡർ ഓഫ് സിമെട്രി പഠിച്ചു, മിറർ ഇമേജസ് പഠിച്ചു അല്ലേ? പിന്നെ റൊട്ടേഷൻ പോസിബിൾ ആണോ അല്ലയോ എന്നുള്ളതും പഠിച്ചു. ഇത്രയുമൊക്കെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ സിമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ഓൾമോസ്റ്റ് അല്ല, എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഉള്ളത് 2 ചാപ്റ്റേഴ്സ് ആണ്. ഒന്ന് 3 ഡയമെൻഷണൽ ഫിഗേഴ്സിനെ കുറിച്ചുള്ളത്, അതും നിങ്ങളുടെ ഒരു ലോജിക്